ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റീൽസ് ഇങ്ങനെ കണ്ടുപോകുന്ന സമയത്ത് ചില വീഡിയോസ് നമുക്ക് സേവ് ചെയ്ത് വെച്ചാൽ കൊള്ളാമെന്നുണ്ടാവാറുണ്ട് അല്ലേ? അപ്പം ഇൻസ്റ്റഗ്രാമിലേക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ തന്നെ സേവ് ചെയ്യാം. പക്ഷേ അതിന് പുറത്തേക്കായിട്ട് നമുക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റു വല്ല വീഡിയോസിൽ ആഡ് ചെയ്ത് കൊടുക്കാനോ ആണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ആപ്പിൻ്റെയും സൗകര്യം ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ചിലർക്ക് എല്ലാവർക്കും അറിയണ്ടാവും, എന്നാലും അറിയാത്ത ആളുകളുടെ അറിവിലേക്കായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഏത് വീഡിയോ ആണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ എടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ താഴേക്ക് വരുമ്പോൾ ഷെയർ എന്നുള്ള ഓപ്ഷൻ അതെടുക്കുക. അതിനുശേഷം നേരെ പോകുന്നത് ഏറ്റവും താഴെയിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ആഡ് ടു സ്റ്റോറി എന്നുള്ളതിലേക്കാണ്. ആഡ് ടു സ്റ്റോറി വന്നതിന് ശേഷം നിങ്ങൾ ഓക്കെ അടിക്കേണ്ട, നേരെ സൈഡിലായിട്ട് വീണ്ടും നിങ്ങൾക്ക് സേവ് എന്നുള്ള ഓപ്ഷൻ കാണാം. കണ്ടില്ലേ? റൈറ്റ് സൈഡിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ സേവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്ര മാത്രമേ പണിയുള്ളൂ. ഇനി നിങ്ങൾക്ക് നേരെ പോയിട്ട് നിങ്ങളുടെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗാലറിയിൽ ഈ ഒരു വീഡിയോ സേവ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ആപ്പിൽ വേണമെങ്കിൽ ഇട്ടതിന് ശേഷം എക്സ്ട്രാക്ട് ചെയ്ത് ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു കാര്യം അറിയാത്ത ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.